കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ സലിംകുമാറിന്റെ വസതിയിൽ അദ്ദേഹത്തിനായിട്ടുള്ള അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് കണ്ണീരോടെ യാത്രാമൊഴി നൽകാൻ ആയിരങ്ങളാണ് ലാഫിംഗ് വില്ലയിലേക്ക് ഒഴുകിയെത്തിയത്. മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ വേണ്ടെന്ന് നേരത്തെ തന്നെ അദ്ദേഹം കുടുംബാംഗങ്ങളോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു. ലാഫിംഗ് വില്ലയുടെ മുറ്റത്താണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. പ്രശസ്തരായ ആളുകളുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നിടങ്ങളിൽ അടുത്ത കാലത്തെ കണ്ടുവരുന്ന ഒന്നാണ് ദൃശ്യങ്ങളെല്ലാം ക്യാമറകളിൽ പകർത്താനും സോഷ്യൽ മീഡിയയിൽ തത്സമയം എത്തിക്കാനും മാധ്യമങ്ങളും പൊതുജനങ്ങളും മത്സരിക്കുന്ന കാഴ്ച. സലിംകുമാറിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നിടത്തും ഇത്തരം ക്യാമറകളും മൊബൈലുകളും നിറഞ്ഞ് ഉന്തും തള്ളുമായി. ഗാർഡ് ഓഫ് ഓണർ നൽകാനെത്തിയ പോലീസുകാർ പോലും ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ സലിംകുമാറിന്റെ മകനും നടനുമായുള്ള ചന്തു വലിയ രീതിയിലാണ് പ്രതികരിച്ചത്. ചടങ്ങുകൾ നടത്താനും പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം നൽകാനുമുള്ള സാഹചര്യം പോലും ഇത്തരക്കാരുടെ തള്ളിക്കയറ്റം മൂലം ഉണ്ടായില്ല. ഉന്തും തള്ളും സൃഷ്ടിച്ചവരോടും ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താൻ ധൃതി കൂട്ടിയവരോടും തുടക്കത്തിൽ സൗമ്യമായി ചന്തു പിന്നോട്ട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ആരും അത് ചെവിക്കൊണ്ടില്ല. ഇതോടെയാണ് ചന്തുവിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതും രൂക്ഷമായി തന്നെ പ്രതികരിച്ചതും. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് നിറകണ്ണുകളോടെ ചന്തു ചോദിച്ചത്. ശേഷം അച്ഛന്റെ മൃതദേഹത്തിനരികിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. ചന്തുവിനെ സമാധാനിപ്പിക്കാൻ അമ്മയും സലിംകുമാറിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ശ്രമിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ വൈറലായതോടെ ചന്തുവിനെ അനുകൂലിച്ചാണ് ഏറെയും കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. അത് അവരുടെ മാത്രം സ്വകാര്യതയാണ്. അദ്ദേഹവുമായുള്ള അവരുടെ അവസാന നിമിഷങ്ങൾ അത് മനസ്സിലാക്കണം എല്ലാവരും. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൊതുദർശനം ഒരുക്കിയത്. ഇനി അവർക്കായി അല്പം സമയം നൽകൂ. മനസ്സ് പതറിയിട്ടാണ് ചന്തു ഇത്തരത്തിൽ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും ഫോൺ പൊക്കിപ്പിടിച്ച് തള്ളുക. ആ കുട്ടി അപ്പോൾ അല്ലാതെ പിന്നെ എപ്പോഴാണ് പ്രതികരിക്കേണ്ടത്? അവൻ്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്. ചന്തുവാണ് ശരി. അവനൊന്ന് കരയാനുള്ള അവകാശവും സാവകാശവുമെങ്കിലും കൊടുക്കാനുള്ള മര്യാദ കാണിക്കൂ. ചന്തുവിനെ കുറ്റം പറയാൻ പറ്റില്ല. എന്തൊരു തള്ളലാണ് പുറകിലുള്ളവർ. അവൻ്റെ അമ്മയ്ക്കൊന്നും മര്യാദയ്ക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അവരുടെ ഭർത്താവാണ് അവിടെ മരിച്ചത്. അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ അവർക്ക് കുറച്ച് സൗകര്യം കൊടുത്തുകൂടെ? മരണവീട്ടിലെങ്കിലും മീഡിയകളെ അകറ്റി നിർത്തണം. വേർപാടിന്റെ വേദന അതനുഭവിച്ചവർക്കേ അറിയൂ. എല്ലാ സ്ഥലത്തും സാഹചര്യം നോക്കാതെ കയറി വരുന്ന ഓൺലൈൻ മീഡിയക്കാർ യൂട്യൂബ് ചാനലിനായി മൊബൈലുമായി ഷൂട്ടിങ്ങിന് വരുന്നവരെ അടിച്ചോടിക്കണം, പ്രത്യേകിച്ച് മരണാനന്തര ചടങ്ങുകളിൽ നിന്ന് എന്നാണ് ചന്തുവിനെ പിന്തുണച്ചവർ കുറിച്ചത്. അതേസമയം ചിലർ ചന്തുവിന്റെ പെരുമാറ്റത്തെ വിമർശിച്ചും എത്തി. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നടൻ ശ്രീനിവാസന്റെ മരണാനന്തര ചടങ്ങുകൾ ക്യാമറകളിൽ പകർത്താനും സോഷ്യൽ മീഡിയയിൽ തത്സമയം എത്തിക്കാനുമായി മാധ്യമങ്ങളും പൊതുജനങ്ങളും മത്സരിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി നിർമ്മാതാവ് സുപ്രിയ മേനോൻ എത്തിയിരുന്നു. ദുഃഖമെന്നത് വ്യക്തിപരമായ ഒന്നാണെന്നും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും സുപ്രിയ തന്റെ ഇൻസ്റ്റഗ്രാം കുറിപ്പിലൂടെ അന്ന് മരണാനന്തര ചടങ്ങുകൾക്കിടയിലെ തിക്കും തിരക്കും മൊബൈൽ ഫോൺ ഉപയോഗവും അതിര് കടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് സുപ്രിയ പ്രതികരിച്ചത്. പക്ഷേ ഇന്നും സ്ഥിതിയിൽ മാറ്റം വന്നിട്ടില്ലെന്ന് സലിംകുമാറിന്റെ മരണാനന്തര ചടങ്ങുകളുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും.